ഹായ്, എല്ലാവർക്കും സോണീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. 2 ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പിടി നാളികേരം ചെറുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ആ നാളികേരം മാത്രം ഇട്ടിട്ട്, വെള്ളമൊന്നും ഇല്ല കേട്ടോ, നാളികേരം മാത്രം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയതായിട്ട് കിട്ടണ വിധത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി വറുത്തതൊന്നല്ല, നമ്മുടെ പച്ചപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് ഉപ്പ്. മധുര പലഹാരങ്ങളിൽ എപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാലാണ് ആ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് വേണമെന്നില്ല, വെളിച്ചെണ്ണ എന്തോ ഓയിൽ വേണമെങ്കിലും എടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡ്രൈ ആയിട്ട് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ നെയ്യിൻ്റെ ഫ്ലേവർ നല്ലതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വറുത്തെടുക്കണത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ ഒട്ടാണ്ട് നന്നായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ വേവിക്കാനായിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, നമുക്കൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെയ്യിൽ വറുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യിൽ വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്തത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചു തുടങ്ങി. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക്. ഇനി നമുക്ക് ആ സേമിയ അതിൽ കിടന്നൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് ശർക്കര നീര് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയ ശർക്കര നീര് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് മധുരം നോക്കി നോക്കുക കേട്ടോ. മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ശർക്കര ഒന്ന് ഉരുക്കി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മധുരം അധികം കുറവൊന്നും ഉണ്ടായിരിക്കില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി നോക്കുക വെന്തിട്ടില്ലേന്ന്. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മുകളിലേക്ക് വെള്ളത്തിൻ്റെ ഒപ്പമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളത്തിനെ ഒന്ന് ഊറ്റിയെടുക്കാൻ കേട്ടോ. നമുക്ക് വെള്ളം വേണ്ട, നമ്മുടെ അപ്പത്തിൻ്റെ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു സെക്കൻഡ് ലെയർ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വെള്ളം വേണ്ട, വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് വേവിച്ച കാരണം കൊണ്ട് സേമിയ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ സെപ്പറേറ്റ് വിട്ട് നിൽക്കുന്ന സേമിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് സേമിയ വേവിച്ച് വെച്ചത് മാറ്റി വയ്ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് വേണ്ട, അപ്പോൾ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി ഭാഗം അതിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതായത് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം. അതുപോലെ തന്നെ ചെറുപഴം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതും അരിഞ്ഞു കൊടുക്കാം. നേന്ത്രപ്പഴമായിരിക്കും ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ചെറുപഴങ്ങൾക്ക് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക, മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി മിക്സിലേക്ക് കുറച്ച് സേമിയ ഞാൻ പഴമൊന്നും ഇടാണ്ടുള്ളത് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനൊരു എന്താ പറയുക, സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ്, എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയുടെ മിക്സും കുറച്ച് വേവിച്ച സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എളുപ്പത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗോതമ്പ് പൊടിയുടെ മിക്സിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയയും കുറച്ച് പഴവും ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ 2 ലെയറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് മോൾ വശം. അപ്പോൾ അവിടേക്ക് ഞാൻ പഴവും സേമിയയും പഞ്ചസാരയും കൂടി ഇട്ടിട്ടുള്ള മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തു. 2 ലെയറായിട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തു. ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ വെന്തോന്ന് നോക്കാനായിട്ട് അടിയിലേക്ക് കുത്തി നോക്കണം കേട്ടോ. നമ്മുടെ അപ്പം അടിയിലത്തെ വെന്തിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സേമിയ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പം വെന്തോന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറ്റിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് പാത്രത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ സേമിയ നന്നായിട്ട് ചൂടാറണേക്കാട്ടും മുന്നേ ഞാൻ എടുത്തു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേമിയ ആകെ അങ്ങനെ സേമിയയും അപ്പം സെപ്പറേറ്റ് ആയിപ്പോയി.
രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കഴിച്ചത്. പക്ഷേ സംഭവം ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയുടെ മിക്സിലേക്ക് സേമിയയും പഴം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഉണ്ടായ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ സേമിയം ലെയറില്ലേ, അത് ഫസ്റ്റ് വന്നു. അപ്പത്തിൻ്റെ ലെയർ വന്നപ്പോഴത്തേക്കും സേമിയ അങ്ങനെ കണ്ടില്ലേ, ഷേപ്പ് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ അപ്പുറത്തെ വശത്തേക്ക് മറിച്ചിട്ടതാണിത്. സേമിയ വേറെ കഴിച്ചു, അപ്പം വേറെ കഴിച്ചു, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും 2 സ്നാക്കായി. എന്തായാലും സംഭവം കിടുവാണ്, ടേസ്റ്റിനൊരു കുറവുമില്ല. അതിന് എന്തായാലും ഞാൻ ഗ്യാരണ്ടിയാണ്. നമ്മുടെ ഫോട്ടോയ്ക്ക് ഭംഗി കിട്ടാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്, അത് ഇച്ചിരി ഫ്ലോപ്പായി പോയെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്